വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് പെൺകുട്ടിയുടെ അമ്മ ഹൈക്കോടതിയിൽ ഹർജി നൽകി. കുറ്റവാളിയെ സംരക്ഷിക്കാൻ ബോധപൂർവമായ ശ്രമം ഉണ്ടായി എന്നാണ് വാദം. ഹൈക്കോടതി മേൽനോട്ടത്തിലുള്ള IPS റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷണം നടത്തണം എന്നാണ് ആവശ്യം. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, ഈ ഹർജിയിലെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, വണ്ടിപ്പെരിയാറിൽ 5 വയസ്സുകാരെ ബലാത്സംഗം ചെയ്ത് കൊന്ന കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് പെൺകുട്ടിയുടെ അമ്മ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കുറ്റവാളിയെ സംരക്ഷിക്കാനായിട്ട് ബോധപൂർവമായി അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ശ്രമങ്ങൾ ഉണ്ടായി. തെളിവുകൾ ശേഖരിക്കുന്നതിലും വലിയ രീതിയിലുള്ള വീഴ്ചയാണ് അന്വേഷണ സംഘം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പുനരന്വേഷണം വേണമെന്നുള്ള ഒരാവശ്യമാണ് ഹർജിക്കാരി ഉന്നയിച്ചിരിക്കുന്നത്. കൂടാതെ ഹൈക്കോടതിയുടെ മേൽനോട്ടം ഈ അന്വേഷണത്തിൽ ഉണ്ടാകണം. IPS റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ തന്നെയായിരിക്കണം ഈ അന്വേഷണം ഏറ്റെടുക്കേണ്ടതെന്നും ഹർജിയിൽ ആവശ്യമെന്നുള്ള രീതിയിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. 2021 ജൂൺ മാസത്തിലാണ് എസ്റ്റേറ്റ് ലായത്തിനുള്ളിൽ 5 വയസ്സുകാരിയെ കെട്ടിത്തൂക്കിയ നിലയിൽ കണ്ടെത്തിയത്. 3 വയസ്സ് മുതൽ പെൺകുട്ടി പീഡനത്തിനിരയായി എന്നും കണ്ടെത്തിയിരുന്നു. 1 മാസം മുൻപാണ് പ്രതിയായിട്ടുള്ള അർജുനെ കീഴ്ക്കോടതി ഇതിനെതിരെ ഹൈക്കോടതിയിലെ സർക്കാർ അപ്പീൽ നൽകിയിരുന്നു. ആ അപ്പീൽ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെ തന്നെയാണ് ഈ കേസിൽ ഒരു പുനരന്വേഷണം വേണമെന്ന ആവശ്യവുമായിട്ട് അമ്മ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും നേരത്തെ കീഴ്ക്കോടതി കൃത്യമായിട്ടുള്ള തെളിവുകൾ ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ വെറുതെ വിട്ടത്. സർക്കാരിന്റെ അപ്പീലിൽ പറയുന്നത് പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായില്ല, പക്ഷേ ഈ മുന്നോട്ട് വെച്ച തെളിവുകൾ പരിഗണിക്കുന്നതിൽ കീഴ്ക്കോടതി പരാജയപ്പെട്ടു. അതുകൊണ്ട് തന്നെ കീഴ്ക്കോടതിയുടെ ഉത്തരവ് റദ്ദാക്കണമെന്നുള്ളതായിരുന്നു സർക്കാരിന്റെ അപ്പീലിലെ വാദം. എന്തായാലും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായി. കൃത്യം നടന്ന സ്ഥലത്ത് 3 ദിവസത്തിന് ശേഷമാണ് തെളിവ് ശേഖരിക്കാനായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ എത്തുന്നത്. പിന്നീട് അത് കോടതിയിൽ ഹാജരാക്കിയ വേളയിലും വലിയ രീതിയിലുള്ള വീഴ്ചയുണ്ട്. ശാസ്ത്രീയ പരിശോധന ഫലവും എതിരായിരുന്നു. അതിന് ഈ തെളിവുകൾ ശേഖരിക്കുന്നതിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായതിന്റെ കാരണത്താലാണ് ശാസ്ത്രീയ തെളിവുകൾ പോലും പരാജയപ്പെട്ടത് എന്നുള്ള വാദമാണ് ഹർജിക്കാരി ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും നാളെ ഹൈക്കോടതി പ്രസ്തുത ഹർജി പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ കേസിൽ ഒരു പുനരന്വേഷണം വേണമെന്നുള്ള ഒരു നിലപാടാണ് കുടുംബം നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത്. രേഷ്മയാണ് വിവരങ്ങൾ നൽകിയത്.